പൂങ്കാറ്റേ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. ഒരു പരിപാടിയുമില്ല. നിങ്ങളായിട്ട് ഇനി പരിപാടി ഉണ്ടാക്കാണ്ടിരുന്നാ മതി. പോയിരുന്നു പഠിച്ചേ. മേനോൻ മരിച്ചുപോയി, ശവപ്പെട്ടിയെടുക്കാൻ മറന്നുപോയി. ഭാര്യ മീനാക്ഷി, കുട്ടികൾ 2 തവളാച്ചി. മേനോൻ മരിച്ചുപോയി, ശവപ്പെട്ടിയെടുക്കാൻ മറന്നുപോയി. ഭാര്യ മീനാക്ഷി, കുട്ടികൾ 2 തവളാച്ചി. അതെ, ആ രണ്ടാമത്തെ ലൈൻ ശരിയല്ല. അതെന്താ? മക്കള് 2 തവളാച്ചി. അടിപൊളിയാണല്ലോ. അതല്ല, നീ രണ്ടാമത്തെ ലൈൻ ഒന്നും കൂടി പാടിയേ. മേനോൻ മരിച്ചുപോയി, ശവപ്പെട്ടിയെടുക്കാൻ മറന്നുപോയി. അവിടെയാണ് തെറ്റ്. മേനോൻ മരിച്ചുപോയി, ശവപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. ഭാര്യ മീനാക്ഷി ശവപ്പെട്ടി എടുത്തോണ്ട് പിന്നാലെ വരണം. അതാണ് ശരി. അടുത്ത ലൈൻ, മക്കള് 2 വാൽമാക്രി, മേനോനും ഭാര്യയും തവളാച്ചി. ഓക്കെ, പാടത്തോടേക്കോ. കുട്ടികൾ 2 വാൽമാക്രി, മേനോനും ഭാര്യയും തവളാച്ചി. അത് തന്നെ, വാൽമാക്രി ആയപ്പോഴാണ് പാട്ട് ശരിയായത്. ഞാൻ തൊട്ട് പാടാം. മേനോൻ മരിച്ചു. അയ്യോപ്പ, നിങ്ങളോട് ഞാൻ എന്തിട്ടാ പറഞ്ഞേ? പഠിക്കാൻ. എന്നിട്ട് ഇതാണോ പഠിപ്പ്? അപ്പൊ ഞങ്ങളോട് എന്നിട്ടാ പഠിക്കണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പാട്ട് പഠിക്കായിരുന്നു. ഇങ്ങനെ പഠിച്ചാലേ നിങ്ങക്ക് മാർക്ക് കുറെ കിട്ടും. അതല്ലപ്പേ, പഠനത്തോടൊപ്പം ഞങ്ങൾക്കൊരു മാനസിക ഉല്ലാസം കിട്ടാൻ വേണ്ടി ഞങ്ങൾ പാട്ട് പാടിയത്. കറക്റ്റ്. അതെ, ഇക്കൊല്ലത്തെ അവസാന പരീക്ഷണി വന്നത്. ഈ പാട്ട് പാടിയിരിക്കാണ്ട് കുത്തിരി പഠിക്കാൻ നോക്ക്, അല്ലെങ്കിൽ തോറ്റു പോക്ക. അപ്പേ, ഇത്തവണ പരീക്ഷയ്ക്കൊക്കെ എല്ലാത്തിനും ഫുൾ മാർക്ക് ആയിരിക്കുള്ളൂ. അത് ശരി, എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കണല്ലേ കള്ളി. കുറച്ച് പഠിച്ചു കഴിഞ്ഞു, പക്ഷെ പഠിച്ചില്ലെങ്കിലും ഫുൾ മാർക്ക് കിട്ടാനുള്ള സൂത്രമുണ്ട്. അതെന്ത് സൂത്രം? പരീക്ഷ പേപ്പർ കിട്ടുമ്പോ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു. എന്ത്? ഈ പരീക്ഷയ്ക്ക് എനിക്ക് ഫുൾ മാർക്ക് തന്ന ടീച്ചർക്ക് കിട്ടാൻ പണം ഗുണങ്ങള്. അത് ശരി, കൈക്കൂലിയാണല്ലേ? കൈക്കൂലിയാ? അത് സാരാ എടി, കയ്യിൽ വെച്ചെടുക്കണ കൂലിയാണ് കൈക്കൂലി. കൂലി കയ്യിലല്ലാണ്ട് പിന്നെ കാലിലാണോ വെച്ചെടുക്കണേ? അതെ, നീ ആ ടീച്ചർക്ക് കിട്ടാൻ പോണ ഗുണങ്ങളൊന്ന് പറഞ്ഞേ കേക്കട്ടെ. എനിക്ക് ഫുൾ മാർക്ക് തന്ന ഈ വെക്കേഷനിൽ ടീച്ചർക്ക് ലോട്ടറി അടിക്കും. അങ്ങനെ ടീച്ചർ കോടീശ്വരിയാവും. പിന്നെ ഈ വെക്കേഷൻ കഴിഞ്ഞു വരുമ്പോ ടീച്ചർ നല്ല സുന്ദരാവും. പിന്നെ ഈ വെക്കേഷനില് ടീച്ചർ ദുബായി പോയി അടിച്ചു വിളിക്കും. അങ്ങനെ ടീച്ചറുടെ വെക്കേഷൻ അടിപൊളിയായിരിക്കും. അപ്പൊ ഈ ഫുൾ മാർക്ക് തന്നില്ലല്ലോ? അത് ശരി, ടീച്ചർക്ക് ഫുൾ മാർക്ക് തന്നില്ലെങ്കിലേ ഈ ഓഫറുകളൊന്നും ഞാൻ കൊടുക്കില്ല. അക്കൂടെടുത്ത കളി. അതെ, നിന്റെ ഉടായ്പൊന്നും ടീച്ചർമാരെ അടുത്ത് നടക്കൂല. പഠിച്ചെങ്കിൽ മാത്രമേ ടീച്ചർമാർ മാർക്ക് ഇട്ടേരുള്ളൂ. അപ്പൊ അവള് പറഞ്ഞ പോലെ സംഭവിക്കും. ഞാൻ ബുക്കിനെടുത്ത് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കട്ടാ. ചോദ്യം അപ്പോ ഒരു ജനറൽ നോളജാണ്. മനുഷ്യ ശരീരത്തിൽ എത്ര വാരിയെല്ലുകളുണ്ട്? അപ്പൊ എനിക്ക് ഭയങ്കര ഇക്ലിയാണ്, അതുകൊണ്ട് എണ്ണാൻ പറ്റിയിട്ടില്ല. നിനക്കറിയോ? എനിക്ക് സെയിം പ്രോബ്ലം ആണ്. അവളെക്കാളെ ക്ലീൻ എനിക്ക്, പിന്നെ എങ്ങനെ എണ്ണാനാണ്? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പക്ക് എത്ര വാരിയലുണ്ട്? അതെനിക്കും ഭയങ്കര ക്ലിയർ. അത് ഞാനും എണീറ്റില്ല. അപ്പൊ കുട്ടനാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. രാത്രിയും പകലും ഉണ്ടാവുന്നത് എങ്ങനെ? അപ്പൊ ഞാൻ പറയാ. പറ. വൈകുന്നേരം രാത്രി, നേരം വെളുക്കുമ്പോ പകലുണ്ടാവുന്നു. കറക്റ്റ് ആണോ? ഇതെന്ത് ഉത്തരവാടി ഇത്? ഞാൻ പറയട്ടെ, എനിക്കറിയാം. പറ. രാവിലെ 6 മണിക്ക് ശേഷം പകലും, വൈകുന്നേരം 6 മണിക്ക് ശേഷം രാത്രി ഉണ്ടാവുന്നു. ശരിയല്ലേ? ഇമ്മാതിരം മണ്ടത്തരം പറയാൻ നിനക്ക് നാണാവില്ലക്കൂ. അപ്പേ, ഒരു ക്ലൂ തരോ? സൂര്യനും ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാ. അങ്ങനെയാണെങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ പകലും, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോ രാത്രി ഉണ്ടാവുന്നു. അത് കറക്റ്റ് അല്ലേ? ചേച്ചി, നീ പറഞ്ഞ തെറ്റാ. അത് നിനക്കങ്ങനെ അറിയാം? ഈ അപ്പിരിക്കണതൊക്കെ പാവം. അയ്യോ,
അധികം നോക്കണ്ട, അപ്പൊ ചെലപ്പോ കരയും. നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾ അങ്ങടല്ല നോക്കിയിരിക്കണേ. അതല്ല, ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. ഞാൻ ശ്രദ്ധിക്കണ്ട് അബ്രാക്ഷി. അതെ, നിങ്ങൾ തല്ലൂടാണ്ട് ഇങ്ങോട്ട് നോക്ക്. ഇതാണ് ഭൂമി. ഭൂമിയാ? ഇത് കയ്യല്ലേ? ഇത് കൈയാണ്. അതല്ല പറഞ്ഞു വന്നത്. സങ്കല്പം ഭൂമിയായിട്ട് സങ്കല്പിച്ചാ മതി കേട്ടാ. ഓക്കെ. അപ്പൊ ഇത് ഭൂമി, ഇത് സൂര്യൻ. സൂര്യൻ ഉദിച്ചിരിക്കണ്. അപ്പൊ ഭൂമിയുടെ ഈ വശത്ത് മാളയാണ്, ഈ വശത്ത് അമേരിക്ക. ഈ വശത്ത് മാള, ഈ വശത്ത് അമേരിക്ക. അപ്പൊ എന്താവും? സൂര്യൻ ഉദിച്ചിരിക്കുമ്പോ മാളയില് പകലും, ഇവിടെ രാത്രി. ഈ സൂര്യൻ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോ എന്താവും? അമേരിക്കയില് പകലും ഇവിടെ രാത്രി. മാളയില് രാത്രി, അമേരിക്കയില് പകല്. വീണ്ടും ഈ സൂര്യൻ ഇതിന്റെ ഇടയിൽ കൂടെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോ എന്താവും? മാളയില് പകല്, അമേരിക്കയില് രാത്രി. മനസ്സിലായില്ലേ? സൂര്യനാണോ കറങ്ങണേ? പിന്നിലുണ്ട്. ആ സോറി, ഭൂമിയാണ് കറങ്ങണേ. ഇനി അടുത്ത ചോദ്യം നോക്കട്ടെ. കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ വനിത? എനിക്കറിയാം. പറ. ലൂയി പാസ്റ്റർ. ആണ്. ആരത്? എനിക്കറിയാം. ഒരു വെറൈറ്റി പേരുണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. അപ്പൊ ഞാൻ പറയാം. പറ. അമിത. അതാരാ? ആരാണെന്നറിയില്ല, പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. എന്ത്? അമിത വേഗത്തിലോടിയേര് പോലീസ് പിടിച്ചത്. അപ്പൊ അമിതയാണ് ഏറ്റവും വലിയ ഓട്ടക്കാരി. അപ്പൊ അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ക്വസ്റ്റ്യനാ. പൊളിച്ച്. അടിപൊളി. വേലിയേറ്റവും വേലിയിറക്കവും എന്നാൽ എന്ത്? അത് സിമ്പിൾ ആണല്ല. വേലിന്റെ അടുത്തുള്ളവർക്ക് വേലിയിറക്കം, വേലിന്റെ അടുത്തുള്ള കയറ്റം വേലിയേറ്റം. ഇതൊക്കെ തെറ്റാണ്. നിനക്കറിയോ? ഇവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, അതിന്റെ ഇടയിൽ ഒരു വേലി. ഒരു ദിവസം ഈ വീട്ടിലെ ചേട്ടന് ഇത്തിരി പറമ്പ് കൂട്ടിക്കിട്ടാനായിട്ട് ഈ വേലി ഇറക്കി കിട്ടി. അതിനാണ് വേലിയിറക്കം എന്ന് പറയണത്. ഇത് കണ്ടുപിടിച്ച ആ വീട്ടിലെ ചേട്ടൻ എന്ത് ചെയ്ത് ഈ വേലി തിരിച്ച് കയറ്റി കിട്ടി. അതിനെയാണ് വേലിക്കയറ്റെന്ന് പറയണത്. അല്ലേ അപ്പേ? നിന്തൊരു ബുദ്ധി, നീ ഇതെങ്ങനെ പഠിച്ചു? അതാണ് അല്ലേ അപ്പേ? എന്നാ പോട്ടെ അപ്പേ. ഞാൻ പോട്ടെ. താങ്ക് യു. ഹായ് കോലുമിഠായി. ഞാൻ അപ്പനോട് അപ്പഴേ പറഞ്ഞില്ലേ അവൻ പറ്റിക്കണമെന്ന്. അപ്പേ, എനിക്കൊരു കോലുമിഠായി മേടിച്ചേരോ? കോലുമിഠായി ഒന്നും കൊള്ളൂല. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിഠായി ടായ് ടായ്, കോലുമിഠായി ടായ് ടായ്. ഹായ് കോലുമിഠായി.